സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന CG സദാശിവന്റെ 40ാമത് ചരമവാർഷിക ദിനാചരണം ഫെബ്രുവരി 28 നടക്കും. തിരുക്കൊച്ചി കേരള നിയമസഭകളിൽ അംഗമായിരുന്ന CG സദാശിവന്റെ 40ാം ചരമവാർഷിക ദിനം CH ചിദംബരം പഠനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആചരിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച 3 മണിക്ക് NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചരമവാർഷിക ദിനാചരണത്തോടൊപ്പം തന്നെ അദ്ദേഹം നിയമസഭകളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പുസ്തകം പ്രകാശനം ചെയ്യുന്നതും CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമാണ്. അച്യുതമേനോൻ പഠനകേന്ദ്രം ചേർത്തലയിലെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 12 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. C. അച്യുതമേനോന്റെ നാമധേയത്തിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ചേർത്തലയിൽ രൂപീകരിക്കണമെന്നുള്ളത് പ്രഗത്ഭ പാർലമെന്റേറിയനായിരുന്ന CK ചന്ദ്രപ്പന്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം മാത്രമാണ് അത് യാഥാർത്ഥ്യമായത്. 2012 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത അച്യുതമേനോൻ പഠനകേന്ദ്രം 2013 തന്നെ ആദ്യ പ്രോജക്റ്റായി CK ചന്ദ്രപ്പൻ ലൈബ്രറി സ്ഥാപിക്കുകയുണ്ടായി. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ പന്ന്യൻ രവീന്ദ്രനായിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തിരുക്കൊച്ചി കേരള നിയമസഭകളിലെ അംഗവുമായിരുന്ന CG സദാശിവന്റെ 40ാം ചരമവാർഷിക ദിനാചരണം 28 നടക്കും. C. അച്യുതമേനോൻ പഠനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടക്കുക. വയലാർ സമരത്തിലെ അമരക്കാരിൽ ഒരാളായ CGയുടെ നിയമസഭാ പ്രസംഗങ്ങൾ സമാഹരിച്ച് പുസ്തകമാക്കിയതിന്റെ പ്രകാശനവും സമ്മേളനത്തിൽ നടക്കും. 28 ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രപ്പൻ തന്നെയാണ് CG സദാശിവന്റെ ജീവചരിത്രം എഴുതിക്കുവാനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല. അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് നിയമസഭകളിലെ പ്രസംഗങ്ങൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ CK കുമാരപ്പണിക്കരുടെ ജീവചരിത്രവും എഴുതുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി CK ചന്ദ്രപ്പൻ പാർട്ടി സെക്രട്ടറിയായി കഴിഞ്ഞ ഉടനെ കലാകൗമുദിക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ, അതിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. പുന്നപ്ര സമരത്തിന്റെ നായകനായ CK കുമാരപ്പണിക്കരെ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് CG സദാശിവനായിരുന്നു. അക്കാര്യങ്ങളും ആ ഇന്റർവ്യൂവിൽ ആത്മകഥ എന്നുള്ള രൂപത്തിൽ ഒരു പുസ്തകമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും. അതിലെ ചന്ദ്രപ്പൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. പാണാവളി ചിറ്റയിൽ ഗോവിന്ദൻ വൈദ്യരുടെ പുത്രനായി ജനിച്ച CG സദാശിവൻ SNDPയിലൂടെയും സ്റ്റേറ്റ് കോൺഗ്രസിലൂടെയുമാണ് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യകാല സ്ഥാപക നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു. 1952, 1954 എന്നീ തിരുക്കൊച്ചി നിയമസഭകളിലും 1957 കേരള നിയമസഭയിലും അംഗമായിരുന്നു അദ്ദേഹം.